ഒളിവിലിരുന്ന് SIയെ ഭീഷണിപ്പെടുത്തിയതിൽ അർജുൻ ആയങ്കിക്കെതിരെ കേസെടുത്തു. ഊന്നുകൽ CIയെ ഭീഷണിപ്പെടുത്തിയതിലാണ് നടപടി. നേരത്തെ കോതമംഗലം CIയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു വീണ്ടും ഭീഷണിയും വെല്ലുവിളിയും നടത്തിയത്. ഞാൻ നിന്നോട് കീഴടങ്ങാം, സ്റ്റേഷനിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടും എനിക്കെന്നെ വന്ന് പിടിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ നീ എന്നെ വന്ന് പിടിക്കും. നീ ഇനി വന്ന് പിടിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഹൈക്കോടതിയിൽ ഞാൻ നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ ഇനി ജാമ്യം എടുത്തിട്ടേ വരുന്നുള്ളൂ. അതിന് മുമ്പേ നിനക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ഈ പിടിക്കും. അപ്പോൾ അവന് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുള്ളൂ. കൊടുക്കേണ്ടത് കൊടുത്തിട്ടുമില്ല ഇതുവരെ. അത് കൊടുക്കും. അത് സമയമാകുമ്പോൾ ഞാൻ കൊടുക്കും. ഞാനിത് കുറച്ച് കാലമായി ഞാൻ പോലീസുകാർ കാണുന്നത് തുടങ്ങിയിട്ട് ഞാൻ കീഴടങ്ങുന്നുണ്ട്, ഹാജരാകുന്നു. അല്പമെങ്കിലും മാന്യമായിട്ട് കൈകാര്യം ചെയ്യടാ. ഒരു നിതിൻ സേവ്യറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. നിതിൻ, എന്തും ചെയ്യാമെന്നുള്ളൊരു ധാർഷ്ട്യമാണ്. അത് മുൻപും കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ് ഇത്തരം ഭീഷണിയൊക്കെ. ഈ സംഭവത്തിൽ എന്തായാലും കേസെടുത്തിരിക്കുന്നു. ഏതൊക്കെ വകുപ്പുകൾ ചേർത്ത്? തീർച്ചയായും ശ്രുതി, അതായത് നിരന്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു ക്രിമിനൽ, അത് ഭരണ സംവിധാനങ്ങളെയും അല്ലെങ്കിൽ നിയമവ്യവസ്ഥകളെയും ഒന്നും പേടിക്കുന്നില്ല എന്നാണ് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ഈ മെയിലാണ് ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കമുണ്ടാകുന്നത്. സുഹൃത്തിന്റെ കല്യാണത്തിനായി ഈ അർജുനായെങ്കിലും മറ്റ് 5 സുഹൃത്തുക്കളും കൂടി ഒരു റിസോർട്ടിൽ, കോതമംഗലത്തിന് സമയം ഒരു റിസോർട്ടിൽ മുറിയെടുക്കുന്നു. അവിടെ എത്തിയാണ് കോതമംഗലം CIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ പിടികൂടുന്നത്. അതായത് സംഘടിത കുറ്റകൃത്യത്തിന് വേണ്ടി ഇവർ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു അന്ന് പോലീസ് കണ്ടെത്തിയിരുന്നത്. ഇവർ വീണ്ടും സ്വർണം പൊട്ടിക്കാനുള്ള ഗൂഢാലോചന നടത്തിയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തുന്നു. അങ്ങനെയാണ് ഇവരെ പിടികൂടുന്നത്. പക്ഷേ 21 ദിവസത്തും ജയിലിൽ കടന്ന ശേഷം അർജുനായെങ്കി പുറത്തിറങ്ങിയ ശേഷം ആദ്യം തന്നെ ചെയ്തത് ഫേസ്ബുക്കിലൂടെ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കാൻ നിന്നെ അനുവദിക്കില്ല എന്ന തരത്തിലുള്ളൊരു പോസ്റ്റായിരുന്നു ഇട്ടിരുന്നത്. ആ പോസ്റ്റിനെ തുടർന്നാണ് വീണ്ടും ഊന്നുകൽ പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുന്നത്. അങ്ങനെ ഇയാൾ ജാമ്യം തേടി, മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം തള്ളുന്നു. മുൻകൂർ ജാമ്യം തള്ളുമ്പോൾ തന്നെ ഹൈക്കോടതി കൃത്യമായി നിരീക്ഷിച്ചിരുന്നത് ഇയാൾ പുറത്തു നിൽക്കുന്നത് അപകടമാണ്, ഈ കേസിനെ വഴിതിരിച്ചുവിടാൻ അല്ലെങ്കിൽ സാക്ഷികളെയൊക്കെ തന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കും, ഒപ്പം കേസിൽ ഇടപെടാൻ ശ്രമിക്കും, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തന്നെ കോടതി പോലീസിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇയാൾ ഈ കേസ് അന്വേഷിക്കുന്ന ഊന്നുകൽ SHOയെ ഭീഷണിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ പിടിച്ചു കാണിക്കൂ, ഞാൻ കീഴടങ്ങാമെന്ന് ആദ്യം വിചാരിച്ചതാണ്, പക്ഷെ നിങ്ങൾ എന്റെ സുഹൃത്തുക്കളുടെ ലൊക്കേഷൻ തപ്പിയെടുത്ത് അവിടെ പോയി ഭീഷണിപ്പെടുത്തുന്നത്, അതുകൊണ്ട് ഞാൻ ഇനി കീഴടങ്ങുന്നില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ പിടിച്ചു കാണിക്കുക എന്നാണ് അയാൾ വെല്ലുവിളിക്കുന്നത്. ഒപ്പം തന്നെ പല പോലീസുകാരെയും താൻ കണ്ടിട്ടുണ്ട്, നിരവധി പോലീസുകാരെ കണ്ടിട്ടുണ്ട്. നിലവിൽ എല്ലാവർക്കും കൊടുക്കാനുള്ളത് കൊടുത്തു തീർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ സമയം വരുമ്പോൾ കൊടുക്കുമെന്നൊരു ഭീഷണി കൂടി അയാൾ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ പുറത്തിലാണ് ഇപ്പോൾ ഈ ഊന്നുകൽ SHOയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും മറ്റൊരു കേസ് കൂടി ഇയാൾക്കെതിരെ ചുമന്നിരിക്കുന്നത്. ഊന്നുകൽ പോലീസ് തന്നെയാണ് ഈ കേസ് നിലവിൽ ഇയാൾക്കെതിരെ എടുത്തിരിക്കുന്നത്. നേരത്തെ മുൻകൂർ ഭീഷണിപ്പെടുത്തിയതിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അർജുൻ ആയങ്കിക്കെതിരെ. വിശദാംശങ്ങളാണ് നിതിൻ സേവ്യർ നൽകിയത്.